കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആർ സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ MS അജിത്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ സ്മിത സതീഷ്. പരാതിക്കാരനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തിനടുത്ത് നേമത്ത് നിന്നും ശശിയാണ്. ഇതിലൊരു വൈരുദ്ധ്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിച്ചുകൊണ്ട് തന്നെ പരസ്പര ധാരണ ഇല്ലാതെ ആണ് പരാതിയായിട്ട് എത്തിയിരിക്കുന്നത്. രണ്ടുപേരും ഒരു വണ്ടിയിൽ ഒരു വീട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ പരാതി പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് മകളെ വിട്ടുകിട്ടണം അല്ലേ, മകളുടെ കൂടുതൽ സുരക്ഷയും അല്ലേ. അതെ. അപ്പൊ ഇപ്പൊ താമസിക്കുന്ന ഒരുമിച്ച് തന്നെയല്ലേ, അമ്മയും മകളും എല്ലാവരുമായിട്ട്. ഒരു മകൻ ഉണ്ട്, മകൻ ദൂരെ പഠിക്കുന്നു. എത്ര വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? 16 വർഷം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ആര് വഴിയായി വിവാഹ ആലോചന വന്നത്? അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ആളുമായിട്ടുള്ള പരിചയം വെച്ച് ഇങ്ങനെ ഒരു ഉണ്ടെന്നുള്ള. ആദ്യത്തെ വിവാഹമാണോ ഇത്? അല്ല, രണ്ടാമതാണ്. ആദ്യത്തെ വിവാഹം ഭാര്യ ഉണ്ട്. അവര് കോടതിയിലിരുന്നുള്ള ഇത്, കുടുംബ കോടതിയിലുള്ള ഇത് ചെയ്ത് 3.5 ലക്ഷം രൂപയും കൊടുത്ത് അവർ പോയി. തീർപ്പാക്കി ബന്ധം ഒഴിഞ്ഞു. അതിന് മക്കളുണ്ടോ? 2 മക്കളുണ്ട്. ആൺകുട്ടികളാണോ? ഒരു പെണ്ണും ഒരാണും. അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞതാ? കല്യാണം കഴിഞ്ഞെല്ലാം സെറ്റിലായി? അതിന്റെ പേരിലൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. കണ്ടിട്ടുണ്ട്. ഭാര്യയുടെ പേരെന്താ ഇപ്പോഴത്തെ ഭാര്യയുടെ? ശശികല. എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ്? നല്ല സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിതം തുടങ്ങി? അവര് നല്ല സ്ത്രീ തന്നെയായിരുന്നു? നല്ല സ്ത്രീ എന്ന് പറയുമ്പോൾ നല്ല സ്നേഹവും ഒക്കെ നോക്കുന്ന സ്ത്രീ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്കൊരു പരസ്പരം? ഇപ്പം കാശൊക്കെ കുറവാണ്, ആട്ടോടയാണ്, അത് നിങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇനി സുഖവും ഇല്ല. ഇടയ്ക്ക് ആയുർവേദ കോളേജിലായിരുന്നു. എന്തായിരുന്നു അസുഖം? ശ്വാസം മുട്ടും ഇടുപ്പ് വേദനയും ഒക്കെ ആയിരുന്നു. ഉണ്ട്. എന്നാലും വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പോഴും? വണ്ടി ഓടിയൊന്ന് വാടക കൊടുക്കണം. അവർക്ക് ജോലിയുണ്ടോ? ശശികലയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല. ഒന്നുമില്ല, വീട് നോക്കി കഴിയുന്നു. ഈ ബന്ധത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ എനിക്ക് മോള് മാത്രം. അവർക്ക് വേറെ കുട്ടികളുണ്ടോ? അവരുടെ ആദ്യത്തെ വിവാഹമാണോ? ഇല്ല, രണ്ടാമത്തതാണ്. ആദ്യത്തെ ബന്ധത്തിൽ കുട്ടികളുണ്ട്? ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? ആൺകുട്ടി. ആ പയ്യനും കൂടെ ഉണ്ടോ? ഇല്ല, അവന് സുഖമില്ലാത്തവനായതുകൊണ്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത്. കൊച്ചിയില്? എന്താ അസുഖം കുട്ടിക്ക്? ബുദ്ധിക്ക് തകരാറായ ഓട്ടിസം ആണോ? അപ്പൊ അവരെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിർത്തി പഠിപ്പിക്കും. ഇവിടെ വരാറുണ്ടോ? ചിലപ്പോ വരും. പൂജപ്പുരയിലായിരുന്നപ്പോ വരുമായിരുന്നു. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി ശ്രീകാര്യത്തിനപ്പുറത്ത്. അവിടെ നിന്നാണ് അവര് കൊച്ചിയിൽ അയച്ചിരിക്കുന്നത്. അങ്ങോട്ട് അയച്ച അവിടെ നിർത്തി പഠിപ്പിക്കാൻ പറഞ്ഞു. എന്നാലും വീട്ടിൽ വന്നൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും? ഇപ്പൊ അയച്ചതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്താണ് യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ? പ്രശ്നം ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം കാണിക്കും, പള്ളു വിളിക്കും. സഹോദരന്റെ വീട്ടിൽ അമ്പൂരിൽ അങ്ങ് പൊക്കളയും, പ്രായ കുട്ടിയും കൊണ്ട്, മോളെയും കൊണ്ടങ്ങ് പോകും. അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. എന്തിന്റെ പേരിലാണ് വഴക്കുണ്ടാവുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം കാണിക്കും. ഇല്ല, എന്തെങ്കിലും പറഞ്ഞാന്ന് പറഞ്ഞാൽ നിങ്ങളെ ശകാരിക്കുവോ? ചീത്തോറൊക്കെ ചെയ്യുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ വിളിക്കും. നിങ്ങള് എന്നെയും ചീത്ത വിളിക്കും, ഉപദ്രവിക്കുവോ? കൈക്കൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെട്ടിയതും ശബരിമലയിൽ പോയപ്പോ മണ്ട പൊട്ടി. പോയിട്ട് വന്നപ്പോ വീട്ടിൽ വന്നപ്പം തലയ്ക്ക് വേറെ ഒരു പയ്യൻ അടിച്ചതാണ്. എന്തിനാന്ന് കേട്ടാ അവൻ വീടിനകത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താന്ന് കേൾക്കുന്ന മുമ്പേ അടിച്ചു. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് വീട്ടിൽ. ഈ പയ്യൻ എന്തിനാ അനാവശ്യമായിട്ട് അകത്ത് കയറുന്ന? വീട് വെക്കാനായിട്ട് വന്നവൻ കൊത്തമേശ്ശേരി പയ്യനായിരുന്നു. കേട്ടപ്പോ ആവശ്യമില്ലാതെ വീട്ടിനകത്ത് കയറുന്നു. അതിന് ചോദ്യം ചെയ്തു നിങ്ങൾ? അപ്പൊ തലക്കടിച്ചു? അയാളാ തലക്കടിച്ച്? കല്ലെടുത്ത് വെച്ച് ഇടിച്ച് 2 മക്കളായിട്ടാണ് പേരക്കുട ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയത്. ആശുപത്രി കൊണ്ടുപോയി. പിന്നെ പരാതി കൊടുത്തോ പോലീസ്? പിന്നെ നെടുവങ്ങോട്ട് അത് ഒത്തുതീർത്തു, പാർട്ടിക്കാരായിട്ട് ഒത്തുതീർത്ത് അങ്ങോട്ട് പോയി. അപ്പൊ ഇവര് എന്തിനാ ഉപദ്രവിക്കുന്നത്? ചീത്ത പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പ്രായം ചെന്നു പോയി എന്നുള്ള ഇതാണ് ഇപ്പം പറയുന്നത്. നിങ്ങൾക്ക് സുഖമില്ല, പ്രായമായി, വലിയ വരുമാനമില്ല. അതുകൊണ്ട് എന്താ അവരുടെ ആവശ്യമായിട്ട് അവർ പറയുന്നത്? എന്താ ചെയ്യണമെന്നാ പറയുന്നത്? വേണ്ടെന്ന് പറയും ചിലപ്പോ. ബന്ധം വേണ്ടെന്ന്. പിന്നെ ആയുർവേദ കോളേജിൽ കിടന്നപ്പോൾ 22,000 രൂപ ATM-ലിരുന്ന് ഞാൻ ഈ തലവണയിൽ അടിക്കാണ് ഇതിന്റെ ഇതൊക്കെ വെച്ചിരുന്നത്. കാർഡൊക്കെ ഇവരെടുത്തോണ്ട് പോയിട്ട് എനിക്കൊരു സംശയം പോലെ തോന്നി. മുട്ട കറിയൊക്കെ 4-5 കറിയൊക്കെ വെച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവിടെ ചെറുപയർ കഞ്ഞിയൊക്കെ കിട്ടും, കഴിച്ചോണ്ട് അത് മതി എനിക്ക്. ആയുർവേദ കോളേജിനകത്ത് ബ്രെഡും പാലൊക്കെ കിട്ടും, അത് കഴിച്ചുകൂടെ ശ്വാസം മുട്ടായതുകൊണ്ട്.
കഴിക്കൂടെ വാങ്ങിച്ച് വേറെ ആക്കെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ ഇവർ വരുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കണം 1000 രൂപ എടുക്കാനായിട്ടാണ് പോയി. ശശികലയെ കൊണ്ടുവന്ന് തമ്പാലിലെ ആട്ടയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പാളയത്ത് ബേക്കറി ജംഗ്ഷനിലാണ്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞു കാശൊന്നും ഇല്ലല്ലോ, എല്ലാം ക്ലോസ് ആയല്ല. അപ്പോൾ ഞാൻ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ കാശ് എടുത്തിട്ടില്ല, 22,000 രൂപ. അത് കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ പറഞ്ഞു ATMയിലിരുന്ന് പ്രാവശ്യമ്പലത്തുനിന്ന് എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ ആയുർവേദ കോളേജിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഭയങ്കര പ്രയാസമായിപ്പോയി. ഒരു പൈസയില്ല, ക്ലോസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ആളൊക്കെ കണ്ടുപിടിക്കും. നിങ്ങളെ ഭാര്യ നിങ്ങളെവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞ നേമത്താണ്. അപ്പം വീട്ടിലൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ മോളാണ് ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിള്ളേ വീണ്ടും വിളിച്ചപ്പോൾ ഇല്ല അച്ഛാ പൈസ എടുത്തില്ല അച്ഛാ, സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു മൊബൈലിൻ്റെ. ഇവർ 4300 രൂപയ്ക്ക് മൊബൈലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇന്ന് ആയുർവേദ കോളേജിൽ കാണിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിനൊരു വെപ്രാളം പോലെ ആയി. 1300 നോക്കിയ സെറ്റ് ഉണ്ടല്ലോ, പിന്നെ ഇതെന്തിനു വാങ്ങിച്ചത്? ആ പിള്ള ഇപ്പം സ്കൂൾ അടച്ച് നിൽക്കുകയില്ലേ, അപ്പോഴത്തെ പിള്ളേക്ക് ഇതിൽ കളിക്കാനും അതൊക്കെ സമ്മതിച്ചു. പിള്ളേക്ക് ഒരു ചുരിദാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുതിയത്. ശരി എന്നാ പിന്നെ 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവർ കൺട്രോൺമെൻറ്റ് സ്റ്റേഷനിൽ വിളിച്ച് കേട്ട് ഈ ഫോട്ടോ ആര് സർക്കിൾ വെച്ച്. അപ്പം അവർ പറഞ്ഞു ഞാൻ തന്നെ. ശശി പെറ്റീഷൻ തന്നിരിക്കുന്നത് ഒരു സെക്യൂരിറ്റിക്കാരൻ പൈസ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പുള്ളിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇതാരാണ്? അത് മോള്. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നീട് വിളിച്ച് ഇവരെ വെളിയിലാക്കിയിട്ട് കേസ് ആക്കുന്നു. ഞാൻ പറയും ഭാര്യയും മോളല്ല സാറേ, വേണ്ടാന്ന് പറഞ്ഞു, കേസ് വേണ്ടാന്ന് പറഞ്ഞു എഴുതി വെപ്പിച്ചു. 22,000 രൂപ എടുത്ത് 5 ദിവസം കൊണ്ടാണ് എടുത്തത്. എന്നാലും മോഹന സാറ് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞാൻ ചിലവിനൊന്നും കൊടുക്കുന്നില്ല ഒക്കെ അടുത്തത് ഞാൻ പറഞ്ഞു. അല്ല അവർ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വിട്ട് നടക്കുന്നത്? നിങ്ങളുടെ വരുമാനം കൊണ്ട് മാത്രമാണോ? അവർ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, ഒന്നുമില്ല. നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആയിരുന്നത് കൊണ്ട് ആ ദിവസങ്ങളുടെ ചെലവിനായിട്ട് എടുത്തതായിരിക്കും അല്ലേ? എന്നാൽ എടുത്തെങ്കിൽ എടുത്തെന്ന് പറയല്ല, 5 ദിവസം കൊണ്ട് എടുത്ത് തീർത്തിളന്നല്ലോ മാഡം. അവർ എടുത്തെന്ന് സമ്മതിച്ചില്ല? ഇല്ല, കൺട്രോൾമെന്റ് വന്നതിന് ശേഷമാണ് സമ്മതിച്ചത്. ഓ, 5 ദിവസമായിട്ട് ബുക്കിൽ ഇപ്പം അടിച്ച് തന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നും ബുക്കും കാണാനില്ലായിരുന്നു. ആ വണ്ടിയുടെ അടിക്കാണ് വെച്ചിരുന്നത് ആട്ടേരെ, അതും കാണാനില്ലായിരുന്നു. അപ്പം ഞാൻ ഇനി സംശയമായിരുന്നു വേറെ ആരും എടുക്കുന്നത്, എൻ്റെ അക്കൗണ്ടിലുള്ളത് അവരുടെ പേരിലല്ലേ ഇത് വയ്ക്കുള്ളൂ അവകാശം. എന്തെങ്കിലും സംഭവിച്ചാലും അവർക്കല്ലേ കാശ് പോവുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ആ കാശ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും. എന്നിട്ട് അവർ ഏറ്റില്ല. കൊച്ചിനെ LMSലാണ് ഇട്ട് വളർത്തി 8ാം ക്ലാസ് വരെ ഞാനാണ് കൊണ്ട് നിർത്തിയത്. LMSൽ പാളയത്ത് 8ാം ക്ലാസ് വരെ പിള്ളേ അവിടെയാണ് ഇന്ന് പഠിച്ചത്. നല്ല പഠിക്കുന്നവളാണ്. അതുകൊണ്ട് എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എനിക്ക് ഭാര്യയായിട്ടുള്ളവർ ഇതും വേണ്ട, എനിക്ക് വേണ്ട. സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു 10-28 വർഷം കൊണ്ട് ഓട്ടോടെയാണ്. ഇവര് ഈ അമ്മയുടെ കൂടെ നിന്നായി. എനിക്ക് അമ്മയുടെ കൂടെ അല്ലത് മേഡം, എവിടെയെങ്കിലും ഗവൺമെന്റ് ഇതിൽ പിള്ളേരെ പഠിപ്പിക്കണം. എനിക്ക് മോളിരുന്നെങ്കിൽ എനിക്ക് പിള്ളേരെ പഠിക്കുന്നത് കാണണം. എനിക്ക് ഉള്ളു പിള്ളേരെ പഠിപ്പിക്കുക. 5000 രൂപ മാസം ഞാൻ മരിക്കുന്ന ആരാ അല്ല വരെ പിള്ളേക്കാൻ കൊടുക്കും. ഗവൺമെന്റ് ഇതിൽ തന്നെ പഠിപ്പിക്കണം. എനിക്ക് ഇന്നാലെ വിശ്വാസം വരുള്ളൂ പിള്ളേർ പഠിക്കുന്നവളാണ്. പഠിപ്പിക്കാൻ അവർക്കെന്താ തടസ്സം? അവരെന്താ പറയുന്നത് പഠിപ്പിക്കാൻ? അവരിങ്ങനെയല്ലേ, കഴിഞ്ഞ ചൊവ്വാഴ്ച വിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച വഴക്കായി തള്ളയും മോളായിട്ട്. ആൾക്ക് സ്വാതന്ത്ര്യം വേണം. ആർക്ക് സ്വാതന്ത്ര്യം വേണം? മോക്ക്. അവള് പഠിക്കാനും എല്ലാത്തിനും. അവൾക്ക് രാവിലെ മുറ്റം തൂക്കും. അവള് അടുക്കളയിൽ എല്ലാവരും ഞാൻ പറക്കി കൊടുക്കും. ചോറ് കൊണ്ടുപോകണം. എനിക്കും ചിലപ്പോൾ ചോറ് തന്നയക്കും. അതുകൊണ്ട് പിള്ളേരിഞ്ഞൊക്കെ കൊടുക്കും, മുറ്റം തൂക്കും, വണ്ടി കഴുകി തരും എനിക്ക്. കുളിച്ച് ചിലപ്പോൾ ഞാൻ അവളുമായിട്ട് 8:15 കരമന സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയിലും കൊണ്ടാക്കി. കോവിലി കയറും. ഞാനും പിള്ളേരായിട്ട് പോകുമ്പോഴത്തേക്ക് കോവിലി പോകുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും അവൾക്ക് തോന്നും, ദേഷ്യം കാണിക്കും. അവൾ ബസ്സിൽ പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പം പോകുന്നത്. ഓട്ടോ അമ്പലത്തിൽ ആർക്ക് ദേഷ്യം? തള്ളയ്ക്ക് ദേഷ്യം കാണിക്കും. എന്തിനാ അങ്ങനെ അവൾക്ക് അങ്ങനെയാണ് ഇതാണെന്നുള്ളത് അവൾ കേൾക്കണം. കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പിള്ളയെ സുഗതകുമാരി മേഡത്തിൻ്റെ അവിടെ ഇരുന്ന് പേയാട് പോകുന്നിടത്ത് അവരെ ഇതൊക്കെ ഉണ്ട്. അഭയ അവിടെ കൊണ്ടുപോയി പറഞ്ഞു
ഇനി ആദ്യം തൊട്ടാണെങ്കിൽ പഠിപ്പിക്കായിരുന്നു. ഇനി 10ല്ലേ പൊഴുക്കൂലെന്ന് പറഞ്ഞ് ഞാനും പിള്ളേരായിട്ട് തിരിച്ചു തന്നെ പോകുന്നു. നിങ്ങൾക്ക് ഈ സ്ത്രീയായിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത് ഒരു അകൽച്ച എപ്പോഴാ തുടങ്ങി? എന്ത് കാരണം കൊണ്ടാ തുടങ്ങിയത്? കാരണം അവൾക്ക് ഇങ്ങനെ ദേവത്തിനും പള്ളി വിളിക്കും, അമ്മയെ തള്ളയ്ക്ക് വിളിക്കും, അമ്മ മരിച്ചുപോയി, അമ്മയെ തള്ളയ്ക്ക് വിളിക്കും, ഇന്നും വിളിച്ചെന്ന് ചീത്ത വിളിക്കും. ഞാൻ അപ്പോഴത്തേക്ക് ആളിന്ന് വിളിക്കും. ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എന്നെയും പറയുമ്പോൾ ഞാനും വിളിക്കും. എൻ്റെ മോളെ പ്രായമേ ഇനി എത്ര വർഷം ഞാൻ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ അടുത്ത് വരില്ല. രാത്രിയില്ലായിരുന്നാലും വന്ന് വരില്ല. കൈ തരം കഴപ്പുണ്ടാവും. പഴയ 14 വർഷം പഴയ വണ്ടിയാണ്, AF ആണ്. അതിങ്ങനെ ആസ്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര തരിപ്പ്, ഇത്തിരി എണ്ണയിട്ട് ഇത്തിരി ചൂടുവെള്ളം പിടിക്കാനൊക്കെ. ഇവരെ അപ്പോഴത്തേക്ക് അമ്പൂരില്ലായിരുന്നു. ഒരു പ്രായ കുട്ടിയും കൊണ്ടുപോയി അവിടെ കറണ്ടൊന്നും ഇല്ല, ഉടപ്പുറന്നാണ് താമസിക്കുന്നു. ഒന്നീ അല്ലെങ്കിൽ വിളിച്ച് പറയണം അവരാരും. അങ്ങനെ ഞാൻ പെറ്റീഷൻ കൊടുത്തു നിയമത്ത്, കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്. സർക്കിൾ വിളിച്ചിട്ട് ചുമ്മാ ഒപ്പിടിപ്പിച്ചിട്ട് അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. പെട്ടെന്ന് വന്നിട്ട് ഒപ്പിട്ടിട്ട് എനിക്ക് വേണ്ട, ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നു, അവരായിട്ട് വന്നു. ഞാൻ അവിടെ പോവില്ല. അവിടെ ഈ റോട്ടിൻ്റെ അടുത്ത് നിന്ന് വീട് പ്ലാസ്റ്റിക് പേപ്പർ കെട്ടിയാണ് അവൻ കിടക്കുന്നത്. കറണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇവിടെ കയറിൽ ചാനലുള്ളവരൊക്കെ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കിടക്കും, മോശമായിട്ട് കിടക്കുന്നുണ്ട്. ചാനലുകാരൊക്കെ പിടിച്ചോണ്ട് പോയി. മോശമായിട്ട് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബമായിട്ട് അവർ താമസിക്കുകയാണ് ആങ്ങളാ? കുടുംബമായിട്ട് 2 കൊച്ചു പിള്ളേരും ഉണ്ട്. വീട് വെക്കാൻ 3 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് കൊടുത്തിട്ട് പോലും അവർ വേണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. എന്താ എനിക്ക് അറിഞ്ഞൂടോ. അവന്റെ സ്വഭാവം മദ്യപാനമൊക്കെ ആണ്. അവന് രാവിലെ തൊട്ട് തെങ്ങിക്കാറൊക്കെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. വീട്ടിൽ വന്നാലും അങ്ങനെയാണ്. വേണ്ടെന്ന് പറയുന്നല്ലോ, ഉടപ്പുറന്നാൻ വരണം. ഞാൻ ഇല്ലെങ്കിലും വന്നിട്ടുണ്ടോ അവൻ. ഞാൻ എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ നോക്കില്ല. ഇതേ മുറുക്കാൻ തിന്നും, രാവിലെ പറഞ്ഞ കേൾക്കില്ല. രാവിലെയും മുറുക്കാൻ തിന്നും. അങ്ങനെ അസുഖമില്ലാതായി. ക്യാൻസറിൻ്റെ അസുഖം വന്നു. അന്ന് ഞാൻ തന്നെ നോക്കിയത് ശിവകുമാർ സാറ് 1 ലക്ഷം രൂപ കാരുണ്യക്ക് തന്നു. ഞാനും പിള്ളേയും കൊണ്ട് സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ പിള്ളേക്ക് കമ്മൽ വാങ്ങിക്കാൻ പൈസ തന്നു. പിള്ളേക്ക് കമ്മൽ വാങ്ങിച്ചു. ശിവകുമാർ സാറിൻ്റെ ഭാര്യയാണ് നോക്കിയതൊക്കെ. പൈസ ഇഷ്ടം പോലെ തന്നു. 45,000 രൂപ അല്ലാതെ തന്നു. അവർക്ക് 2.5 പവൻ്റെ കെട്ടുതാലിയും മാലയും വാങ്ങിച്ചു കൊടുത്തു. അതിപ്പം കാണാനില്ല, താലി പോലും ഇല്ല. പിന്നെ ഞാൻ എന്തിന് മേഡം ഇരിക്കുന്നതിന്? ഇവരുടെ അനാവശ്യ ചെലവ് എന്താ എനിക്ക് അറിഞ്ഞൂടാ. അത് അവർ എടുത്തെന്ന് കേൾക്കണം. എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കൽ പണയം വെച്ച് 27,000 രൂപയ്ക്ക് പണയം വെച്ച കാർഡ് എൻ്റെ കൈവശം കിട്ടി. പിന്നീട് ആ കാർഡ് കേട്ടപ്പോൾ പറഞ്ഞു അത് ഞാൻ ഉരുപ്പിടി എടുക്കാൻ കൈവിട്ടു പോയി, എൻ്റെ ഉരുപ്പിടിയൊക്കെ കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. താലി പോലും ഇല്ല. അവർക്ക് ആങ്ങളെ മാത്രമേ ഉള്ളൂ? അമ്മയുണ്ട്. അമ്മ ഇപ്പോഴും ജോലിക്ക് നിൽക്കുകയാണ്. അവരെല്ലാം പൈസ വാങ്ങിക്കും. ഇവിടെ പോയി ഞാനറിയാതെ. മോന് 1000 രൂപ കിട്ടുന്നുണ്ട് പെൻഷൻ. അത് എൻ്റെ കയ്യിൽ കൊണ്ട് തരില്ല. പിന്നെ പിള്ളയ്ക്കും പൈസ കിട്ടും സ്കൂളിൽ ഇരുന്ന്. ഇതൊക്കെ 1000 രൂപ പെൻഷൻ വന്നിട്ടുണ്ട്. ഈ ക്യാൻസറിന്റെ അസുഖം ബന്ധപ്പെട്ട്. അവർക്ക് സുഖമില്ലാത്ത സ്ത്രീയാണോ അവര്? എൻ്റെ ഭാര്യ. അവർക്കും അസുഖമുണ്ടോ? അസുഖം ഉണ്ടായി. ഇപ്പം കുറവുണ്ട്. പത്രത്തിലൊക്കെ ഞാൻ കിട്ടും, മാതൃഭൂമി പത്രത്തിലൊക്കെ കിട്ടും. പിന്നെ പാർട്ടിയിലുള്ളവരെല്ലാം സഹായിച്ചാണ്. അങ്ങനെ 48,600 രൂപയ്ക്ക് 7 മാസമായി. 1-ാം മാസം വാങ്ങിച്ചതാണ്. ഇപ്പം കാണാനില്ല. 3 മാസം കൊണ്ട് മാലയൊന്നും താലി പോലും ഇല്ല. എന്ത് ചെയ്തെന്ന് കേൾക്കുമ്പോൾ കൺട്രോൺമെൻറ്റിലും വനിതയാണ് SIക്കാട്ട് എന്ത് ചെയ്തെന്ന് കേട്ടപ്പോൾ അത് പണയം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് പണയം വെച്ചെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഒരിടത്തും ഒരു കാശ് കൊണ്ട് വെച്ചേക്കാൻ നോക്കൂല. നിങ്ങൾക്കും അവർക്കും തമ്മിൽ നല്ല പ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അവർക്ക് എത്ര വയസ്സാണ്? 36 ആയിട്ടുള്ളൂ. ഏകദേശം 30 ദിവസത്തിനടുത്ത് 24 വയസ്സിന്റെ വ്യത്യാസമുണ്ട് നിങ്ങൾ. അവരുടെ വീട്ടിൽ ആര് നിന്നായി കല്യാണം നടത്തി വെച്ച? അവരുടെ അമ്മയോ? അമ്മയുണ്ട്, അവളെ അച്ഛനും എല്ലാവരും സഹോദരനും ഉണ്ടായിരുന്നു. അച്ഛനിപ്പോ ഇല്ല? അച്ഛനില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നു. മോക്ക് എങ്ങനെയാ നിങ്ങളോട് വലിയ സ്നേഹമാണോ? അവളെ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യമുണ്ട്, അവളുടെ ഒരു എന്താ പറയുന്ന ഒരു ഭാവി നന്നായിരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെന്നുള്ളതൊക്കെ കുട്ടിക്കറിയാം. എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം. അപ്പോ നിങ്ങളിപ്പോ താമസിക്കുന്ന ഒരു വീട്ടിലാണ്. ഒരു വീട്ടിൽ നിന്നാണ് നിങ്ങൾ ഈ പരാതി തന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പോ വേണ്ടത് ആ കുട്ടിയെ നിങ്ങളുടെ സംരക്ഷണത്തിൽ മാത്രം വിടുക. ഗവൺമെന്റ് എന്റെ ഇതിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് അതിനാണ് ഞാൻ പരാതി കൊടുത്തത്. നിങ്ങൾ ഇതിൽ ഗവൺമെന്റ് ഇതിൽ പഠിപ്പിച്ചാലും കുഴപ്പമില്ല, പഠിപ്പിക്കണം. അവള് തള്ള കൂടെ വന്ന് കാണാൻ അല്ലേ ചെയ്യട്ടെ. എനിക്ക് വന്ന് കാണാനുള്ള ഇത് കഴിഞ്ഞ കൊല്ലം ഡൊണേഷൻ കൂടുതൽ കേട്ടതുകൊണ്ടാണ്. നെല്ലിമൂട് ഗാർമെന്റിൽ പോയി കേട്ടതാണ്.
ഡൊണേഷൻ കൂടുതൽ കേട്ടതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോകാത്തത്. ഈ വർഷം ഇവരെ ഇഷ്ടത്തിനെന്ന് പ്രായച്ചമ്പലത്ത് ഇതുണ്ട്, അവിടെ കൊണ്ടുപോയാണ് ഇവർ എല്ലാം എഴുതി കൊടുത്തത്. അപ്പം മൊബൈലിൽ ഇത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം പേട്ട സ്കൂളിൽ കിട്ടി. അമ്മയും മോളുമായിട്ടൊന്ന് പോയത്. ഞാൻ പ്രായം കൂടുതലായതുകൊണ്ട് അവളെ സ്കൂളിൽ പോയി ഒന്നും ഞാൻ ഉപദ്രവിക്കാൻ പോവില്ല. അവളെ എന്താ മുടിയൊക്കെ നരച്ച ഒക്കെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രയാസം. 25 വയസ്സിൽ മുടി നരയ്ക്കുന്നുണ്ട്. അച്ഛനും അമ്മയും സൗന്ദര്യമുള്ളവരും വല്ല ചെറുപ്പക്കാരായിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കരമന സ്കൂളിൽ ഞാൻ റോട്ടിൽ കൊണ്ട് നാക്കും പിള്ളേന്ന് സ്കൂളിൽ പോകും. അതൊക്കെ നിങ്ങളുടെ കോംപ്ലക്സ് ആണ് കേട്ടോ ശശി. അങ്ങനെയൊന്നും ആ കുട്ടിക്കോ അതിന്റെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. അവക്ക് ഒരു ഇതുമില്ല. എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ലോകത്ത് തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. നമുക്ക് തെരഞ്ഞെടുക്കാൻ ഭാര്യയും ഭർത്താവിനെയും മാത്രമേ ദൈവം അവകാശം തന്നിട്ടുള്ളൂ. ഇണയെ തെരഞ്ഞെടുക്കാം. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും ദൈവം നിശ്ചയിച്ച് തരുന്നതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ. അവർ അസുഖക്കാരായിക്കോട്ടെ സൗന്ദര്യമില്ലാത്തവരായിക്കോട്ടെ, അത് ആ ഒരു മക്കളും അങ്ങനെ ചിന്തിക്കത്തില്ല. ഭാര്യയ്ക്ക് എന്താണ്, അവർക്ക് ഡൈവോഴ്സ് വേണമെന്നാണോ? അവള് വേണ്ടെന്ന് പറയുന്നു. പ്രായം കൂടി പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇപ്പോഴാണ് പറയുന്നത്. കമ്മീഷണർ ഓഫീസിൽ രണ്ടാമതും ചെല്ലാൻ പറഞ്ഞാണ്. കമ്മീഷണർ ഓഫീസിലൊക്കെ പോയോ നിങ്ങൾ ഈ പ്രശ്നവും പറഞ്ഞ? ഒരിക്കൽ പോയതെന്ന്, രണ്ടാമത് പോയില്ല. നിങ്ങളാണോ പരാതി കൊടുത്തത്? ആ, ഇവരെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാന്ന്. രണ്ടാമതെന്ന് പറഞ്ഞ മാഡം ഇത് ഈ മോഷണത്തിൻ്റെ അത് ഇവിടെ സെക്രട്ടറിൻ്റെ കൺട്രോൾമെൻറ്റിലാണ്. അവിടെ ഇരുന്നാണ് അമ്മ പിടിയിപ്പിച്ചത്. ഇപ്പം ശരിക്കും എന്താ ഇവിടെ വന്നിട്ട് എന്ത് കാര്യം സാധിക്കണമെന്നാണ് ശശി വിചാരിക്കുന്നത്? ഞാൻ പറയുന്നത്, എനിക്ക് ഈ വയസ്സാകാലത്തെ തുണി അലക്കി തരാൻ ഇനി പ്രത്യേകിച്ച് ഇനി ഒരാളെ നോക്കാൻ പോയില്ല. വാടകയും കൊടുക്കണം, എൻ്റെ പിള്ളേക്ക് ഒരു ഇത് വേണം. അവർ തന്നെ കേട്ട് നീ ഈ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു അച്ഛനെ വീട്ടിൽ വന്നാൽ ഇതുപോലെ നോക്കുമെന്നൊക്കെ എൻ്റെ ഭാര്യയുടെ അടുത്ത് കേട്ട്. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. സ്കൂളിൽ വലിയ ഇതൊന്നും ഇല്ല. എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. അവളെ പോലെ തന്നെ ഇനി സംസാരിക്കാനൊന്നും എനിക്കില്ല. താമസിച്ചോണ്ട് ആ വീട്ടിൽ തന്നെ താമസിച്ചോണ്ട് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുക നല്ല രീതിയിൽ എന്നുള്ളതാണ് ആവശ്യം. അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ കുറച്ച് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ഒപ്പം വിടുക. ഞാൻ ഇന്ന് കുളിക്കാൻ പോയ പിള്ളയെ വിളിച്ചപ്പോൾ പിള്ള പറഞ്ഞു വരുന്നില്ല, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയില്ല, സ്കൂൾ തുറന്നതേ ഉള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ച പോയില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ സ്കൂൾ ഇപ്പോൾ പഠിത്തം അവളിനി 10 ബസ്സിൻ്റെ ഫോണൊക്കെ നോക്കാൻ അറിയാമല്ല. 10ാം ക്ലാസ് വരെ പഠിച്ചില്ലേ, അത് മതിയടി എന്നൊക്കെയാണ് എൻ്റെ ഭാര്യ പറയുന്നത്. അതിന് മറുപടി ഞാൻ പറഞ്ഞു, എന്തൊരു പറയാനാണ്, ഓട്ടോയിൽ പോകേണ്ട ബസ്സിൽ പോയാൽ മതിയെന്നോ? അങ്ങനെയല്ല, പഠിച്ചത് മതിയെന്നാണ് പറയുന്നത്. പഠിച്ചത് മതിയെന്ന് പറയുന്നത്. അത് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. പഠിത്തത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിന്റെ കാര്യം മാഡം, എനിക്ക് അവളെ കൂടെ നിന്ന് ഇനി പിള്ള പഠിക്കാൻ ഗവൺമെന്റ് ഇതിൽ പഠിപ്പിക്കുന്നതാണ് എനിക്ക്. അല്ല ആയിക്കോട്ടെ, അവരുടെ കൂടെ നിന്നെന്ന് പറഞ്ഞാല് പ്രായം തികഞ്ഞൊരു പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. 16 വയസ്സായി അല്ലേ? 15 കഴിഞ്ഞ് 16 വയസ്സായി. അപ്പൊ അങ്ങനെ ഒരു കുട്ടി അമ്മയുടെ കൂടെ നിൽക്കാതെ ഗവൺമെന്റ് സ്കൂളിൽ കോളേജിൽ മാത്രം അങ്ങനെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അവര് വീട്ടിൽ വരണ്ടേ? നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അവരുടെ ഭാഗം കൂടെ കേട്ടിട്ട് എന്താണെന്നുള്ള തീരുമാനിക്കാം. ഇഷ്ടം പോലെ ചെയ്യും.